രാവണ നിഗ്രഹാനന്തരം ശ്രീരാമൻ സീതയെ വീണ്ടെടുത്തു. ആ അവസരത്തിൽ സർവ്വസൈനികരെ നിറഞ്ഞു നിന്ന യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് ശ്രീരാമൻ ഇപ്രകാരം കൽപ്പിച്ചു: ഹേ സീതേ, 1 വർഷക്കാലം രാക്ഷസനായ രാവണന്റെ അന്തപുരത്തിൽ വസിച്ച നിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ലോകം സംശയിക്കും. അതിനാൽ നീ അഗ്നിശുദ്ധി തെളിയിക്കുക. ഉടനടി വാനരസേന അഗ്നി തയ്യാറാക്കി. കുറച്ച് കാൽവെപ്പുകളോടെ സീത അഗ്നിയിൽ പ്രവേശിച്ചു. എല്ലാവരെയും സ്തബ്ധരായ കാഴ്ച കണ്ടു നിന്നു. അപ്പോൾ അഗ്നിദേവൻ സീതയുമായി അഗ്നിയിൽ നിന്നും പുറത്തു വന്നു. ദാശരഥി, താങ്കളുടെ പത്നി സീതയെ പൂർവ്വനിശ്ചയപ്രകാരം ഞാനിതാ നൽകുന്നു. ഏതഗ്നിയെയും അതിജീവിക്കുന്ന പരിശുദ്ധി ദേവിക്കുണ്ട്. അങ്ങ് ദേവിയെ സ്വീകരിക്കുക എന്നിങ്ങനെ അഗ്നിദേവൻ അറിയിച്ചു. അങ്ങനെ വനവാസകാലത്ത് ലക്ഷ്മണൻ പോലും അറിയാതെ ശ്രീരാമൻ സൂക്ഷിക്കുവാൻ അഗ്നിദേവനെ ഏൽപ്പിച്ച സീതയെ രാമൻ വീണ്ടെടുത്തു. അപ്പോൾ യഥാർത്ഥ സീത ശ്രീരാമന്റെ പക്കൽ മായാസീതയ്ക്കോ സ്ഥാനമില്ലാതെയായി. മായാസീത അതിയായി ദുഃഖിച്ചു. അവൾ അഗ്നിദേവനെയും ശ്രീരാമനെയും തൊഴുതുകൊണ്ട് അന്വേഷിച്ചു: അല്ലയോ ദാശരഥി, അഗ്നിദേവ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എങ്ങോട്ടാണ് പോകേണ്ടത്? ആരാണിനി എനിക്ക് സംരക്ഷണം നൽകുന്നത്? മായാസീതയെ, അവിടുന്ന് ദുഃഖിക്കുന്നത് എന്തിന്? ദേവി പുഷ്കരത്തിൽ പോയി പരമശിവനെ തപസ്സനുഷ്ഠിക്കുക. ഇനി മുതൽ ദേവി സ്വർഗലക്ഷ്മിയായി മാറുന്നതായിരുന്നു. അവർ അനുഗ്രഹിച്ചു. അതനുസരിച്ച് മായാസീത പുഷ്കരത്തിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചു. അവളുടെ തപസ് വർഷങ്ങളോളം തുടർന്നു. ഒടുവിൽ പരമശിവൻ പ്രത്യക്ഷനായി. ഹേ സ്വർഗലക്ഷ്മി, അവിടുന്ന് എന്താണ് വേണ്ടത്? ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു. ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുകയായിരുന്നു സ്വർഗലക്ഷ്മിയുടെ കണ്ണുകളിൽ നിന്നും ബാഷ്പന്ധാരധാരയായി പ്രവഹിച്ചു. അവൾ ഭഗവാനോട് പതിം ദേഹി, അതായത് ഭർത്താവിനെ തരിക എന്ന് അപേക്ഷിച്ചു. ദേവി ഭർത്താവില്ലാത്ത ദുഃഖത്താൽ വിഷമിക്കുന്നു. നീ 5 പ്രാവശ്യം പതിം ദേഹി എന്ന് അപേക്ഷിച്ചിരിക്കുന്നു. അതിനാൽ അടുത്ത ജന്മത്തിൽ നീ പാഞ്ചാല രാജാവിന്റെ പുത്ര ദ്രൗപദിയായി പറക്കും. അന്ന് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരിക്കുന്നതാണ്. പരമശിവൻ അനുഗ്രഹിച്ചു. ഭഗവാന്റെ അനുഗ്രഹപ്രകാരമാണ് മായാസീത പാഞ്ചാലിയായി മാറിയത്. അടുത്തത് ഭദ്രയായുവിന്റെ കഥയാണ്. തുടരും.